പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ലൈഫ് എന്ന മൂവി യൂട്യൂബിൽ ഇന്നലെ കാണാനിടയായി. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും കുറേയെങ്കിലും കണ്ണിനെ ഈറനാക്കുകയും ഇടയ്ക്ക് പൊട്ടിക്കരയുകയും ചെയ്തു ഞാൻ ആ സിനിമ കണ്ടപ്പോൾ. അതിലെ അതിലെ ഒത്തിരി സീൻസ് നമുക്ക് ടച്ചിങ് ആണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ ഒരു സെൻറ്റൻസിലാണ് ഞാൻ ഏറെ കരഞ്ഞത്. ഞാൻ ആ മോമെൻറ്റ് ആദ്യം പറയാം. അതായത് ആ സിനിമ ലൈഫ് എന്ന ഈ മലയാളം മൂവി ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരു മകനും കൂടെയുള്ള വളരെ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിലേക്കാണ്. ഈ കുടുംബാന്തരീക്ഷത്തിൽ ഒരു മകൾ എപ്പോഴും, മകൾ എന്ന് വെച്ചാൽ പുറമേ വേറൊരു ഫാമിലിയിലുള്ളൊരു കുട്ടി, ഒരു ടീനേജ് ആയിട്ടുള്ള കുട്ടി എപ്പോഴും അവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള ആ ലേഡിക്ക് അവളെ മകളെപ്പോലെ സ്നേഹമായതുകൊണ്ട് അവരെ എപ്പോഴും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവരെ ഒത്തിരി ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ കുട്ടിക്ക് ടീനേജാണ്. അപ്പോൾ ഈ കുട്ടിക്ക് തോന്നുന്ന ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ട്. അതായത് അദ്ദേഹത്തിന്, അതായത് അവിടുത്തെ ജെൻസായ അയാൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഫാമിലി മാനിന് ഇവളോടൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് ആ കുട്ടിക്ക് തോന്നുകയാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ വാട്ട് ഹാപ്പൻസ്, ഇവൾക്ക് അതൊരു ഈ സ്നേഹം തുടങ്ങിക്കഴിഞ്ഞാലൊരു അഡിക്ഷൻ പോലെയാണല്ലോ. സോ ആ കുട്ടി അയാളിലേക്ക് വല്ലാതെ അടുക്കുകയും അയാൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് അങ്ങ് വലിച്ചിഴക്കപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ വൈഫിനോടാണ് ഒത്തിരി സ്നേഹം. എങ്കിലും അദ്ദേഹം ഈ പെൺകുട്ടിയായിട്ട് റിലേഷനിൽ ആവുകയും എന്നാൽ അദ്ദേഹത്തിന് വൈഫിനോട് അഗാധമായ സ്നേഹമുണ്ട്, എന്നാൽ ഈ കുട്ടീനെയും അദ്ദേഹത്തിന് വിടാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭമാണ്. അപ്പം അതിൽ വൈഫ് എന്ന് പറയുന്നത് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ലേഡി. അവർ ഈ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളുണ്ട് കുറച്ച് സങ്കടമുള്ളത്. എന്തായാലും സിനിമ ഏതായാലും സന്തോഷമുള്ള രീതിയിൽ, ഫാമിലി ലൈഫിനെ കുറിച്ചാണെങ്കിൽ സന്തോഷമായ രീതിയിൽ അത് സിനിമ എൻഡ് ചെയ്തു. പിന്നെ ചില സാഡ് സീക്വൻസും ഉണ്ട്. എന്തായാലും ഈ സിനിമ ഒത്തിരി ചിന്തിപ്പിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഏത് സീരിയലായാലും നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്താലും അവിഹിതങ്ങളുടെയും പ്രണയത്തിൻ്റെ നൈരാശ്യവും ടോക്സിസിറ്റിയും ഒത്തിരി സംസാരിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് പത്മകുമാർ എന്നാണ് തോന്നുന്നു ആ സാറിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും മറ്റും പറയുന്നുണ്ടായിരുന്നു വൈഫിനോട് പ്രണയം ഒന്നുമില്ല, സ്നേഹമാണുള്ളത്, ഉത്തരവാദിത്തമാണുള്ളത് എന്ന് പറയും. ശരിയാണ്, അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വൈഫിനോടും വൈഫിന് ഹസ്ബൻഡിനോടും കുട്ടികളോടും ഒക്കെ വളരെയധികം ഉത്തരവാദിത്വവും സ്നേഹവും വാത്സല്യവുമാണ് നമുക്ക് മുന്നിൽ വരുന്നത്. എങ്കിലും പ്രണയം അവസാനിക്കരുതെന്നാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ കുറച്ച് കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടും മഴയോ അല്ലെങ്കിൽ കാറ്റോ ഇതൊക്കെ എനിക്കൊരു ലവ് ലാംഗ്വേജാണ്. എനിക്ക് ആ കാറ്റ് എൻ്റെ മേത്ത് തട്ടുമ്പോൾ തന്നെ അതല്ലേ, എന്ത് സുഖമാണ് ഈ കാറ്റ്, എന്ത് സുഖമാണ് ഈ നിലാവ് എന്ന് പറയുന്ന പോലെ അപ്പോൾ എനിക്കത് തനിയെ ആസ്വദിക്കാൻ അറിയാം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ ഒപ്പം നമ്മുടെ കൂടെ അത് ആസ്വദിച്ചിരുന്നെങ്കിൽ. ഇനി അതല്ല, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളാണെങ്കിലും അവർ മൊബൈലിൽ മുഴുകുമ്പോൾ മോനെ ഒന്ന് ബാൽക്കണിയിൽ വന്നിട്ട് ഈ കാറ്റൊന്ന് ആസ്വദിക്കൂ, ഈ മഴയത്തുനിന്ന് ഇറങ്ങി നടക്കൂ എന്ന് നമ്മൾ പറയും അല്ലേ. കാരണം അതിൻ്റെ ഒരു സുഖം, ആ ഒരു സുഖം എന്തായാലും മൊബൈൽ ഒത്തിരി നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാൻ ഒരു മൊബൈലിൽ കൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എങ്കിലും നമ്മൾ ഇത്രയും നനുനനുത്ത ഇത്തരം കാര്യങ്ങൾ നമ്മൾ കല്യാണം കഴിഞ്ഞാലും വിട്ടുപോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സിനിമയിൽ പല മൊമെൻറ്റ്സിലും നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നെങ്കിലും എന്നെ ഏറ്റവും അധികം കരയിപ്പിച്ചത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഈ കുട്ടിയോടൊരു അട്രാക്ഷൻ തോന്നിയല്ലോ. അപ്പം ആദ്യം ആ കുട്ടി അങ്ങോട്ട് അറ്റാച്ച് ആവുകയും പിന്നെ അദ്ദേഹം ഇതിലേക്ക് ഡ്രാഗ് ചെയ്യപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിനും അതൊരു ഒബ്സഷൻ പോലെയായി ആ കുട്ടീനെ വിളിക്കണം, സംസാരിക്കണം, അങ്ങനെ തോന്നും. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയോട് സംസാരിക്കുമ്പം
അവിടെ നല്ല കാറ്റുണ്ടോ, ഇവിടെ നല്ല കാറ്റടിക്കുന്നു എന്ന് ഫോണിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അതായത് ആ കാറ്റടിക്കുന്നത് പോലും അവർക്ക് പ്രണയത്തിനൊരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും മാരീഡ് ലൈഫിൽ അവർ ഓഫീസ് തിരക്കുകളും കാര്യങ്ങളിലും പലപ്പോഴും ഇപ്പം ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് എനിക്ക് ഈ കാറ്റിൻ്റെയും മഴയുടെയൊക്കെ കാര്യം ആലോചിച്ചിരിക്കാൻ എനിക്ക് സമയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ സമയം അതിനുണ്ടാക്കും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ കല്യാണത്തിന് മുൻപ് അല്ലെങ്കിൽ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് ഒരു കാറ്റ് ഒരുമിച്ച് കൊള്ളുവാനും മഴയത്ത് കുറച്ച് നേരം ഗാർഡനിൽ പോയിരിക്കാനോ പാർക്കിൽ പോയിരിക്കാനോ തോന്നുന്ന ആ ഒരു വികാരം, അത്രയും ഒരു ഇൻറ്റൻസിറ്റി പലപ്പോഴും ജെൻസിന് ആഫ്റ്റർ മാരേജ് ഇല്ല എന്നാണ്, അല്ലെങ്കിൽ തീരെ ഇല്ലെന്നല്ല, ചിലപ്പം അത്രത്തോളം ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ആ ഒരു സെൻറ്റൻസിലാണ് എനിക്ക് ഒത്തിരി കണ്ണിൽ നിന്ന് വെള്ളം വന്നത്. കാരണം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡോ ഒക്കെ അവർക്കിടെ ജോലി തിരക്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുപോകുന്നു, മറന്നു പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ ലൈഫ് എത്ര ഷോർട്ടാണ്. ഞങ്ങളുടെ 2025 വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ കൂടി കടന്നു പോയിരുന്നു. ഹസ്ബൻഡിന് 2 പ്രാവശ്യം വളരെ സീരിയസ് ആയിട്ട് അസുഖം വന്നു, പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അങ്ങനെ അപ്പോൾ അത് പറയുമ്പോൾ മാത്രം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയും വിഷമം അനുഭവിച്ചിരുന്നു. ഏതായാലും അതൊരു ബൈൽ ഡക്റ്റ് സ്റ്റോൺ വന്നതുകൊണ്ട് വന്ന കോംപ്ലിക്കേഷൻസ് എൻ്റെ ഹസ്ബൻഡിനുണ്ടായി. കഴിഞ്ഞ ജൂൺ 2025 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ നന്നായി ആഘോഷിക്കണമെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് വീഡിയോ പോലും ഇട്ടിട്ട് പിന്നെ എനിക്ക് ഇടാൻ സാധിച്ചില്ല. പിന്നെ അങ്ങനെ 2 തവണ ബൈൽ ഡക്റ്റ് സ്റ്റോൺ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ അതിൽ നിന്ന് ഭഗവാന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ഈ ഇടയ്ക്ക് 1.5 മാസം മുമ്പ് ആക്സിഡൻ്റ് ഉണ്ടായി. പിന്നെ അതിൽ നിന്നും റിക്കവറായി. അപ്പം ഇങ്ങനെ ഉള്ള വിഷമങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് ലൈഫ് ഈസ് വെരി ഷോർട്ട്. സോ ഇങ്ങനത്തെ ഒരു കാറ്റോ ഒരു മഴയോ അത് മാരീഡ് ലൈഫിലാണെങ്കിലും ആ ഒരു പ്രണയം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ആ സിനിമയിൽ ഞാനത് കണ്ടിട്ട്, സിനിമ മുഴുവൻ കണ്ടിട്ട് എനിക്ക് ഈ ഒരു മൊമെൻറ്റ് പലപ്പോഴും എനിക്ക് മിസ്സിങ് ആണ്. എൻ്റെ ഹസ്ബൻഡ് വളരെയധികം സ്നേഹമുള്ള ആളാണ്, വളരെ സ്നേഹമുള്ള ആളാണ്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പലപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും. ഇതാണ് എനിക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനെ എൻ്റെ എന്താ പറയുക, 1 വേ ട്രാഫിക് സ്നേഹം അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിന് ശേഷമാണ് എനിക്ക് പ്രണയിക്കാൻ ലൈസൻസും ഉണ്ട്, അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നതും. അതിനൊരു ഡീസൻസി ഉണ്ട്, അതുപോലെ തന്നെ അതിന് വളരെ ഉത്തരവാദിത്വമുണ്ട് അല്ലേ. പരസ്പരം എന്താ പറയുക, ഊന്നുവടികളായി ജീവിക്കേണ്ടവരാണ് ഭാര്യയും ഭർത്താവും. ഏറ്റവും പവിത്രമായ നമ്മുടെ ജീവിതകാലം മുഴുവൻ 100 വയസ്സ് വരെയാണെങ്കിൽ 150 വയസ്സ് വരെ ജീവിച്ചാലും അവരവരുടെ സ്നേഹമുള്ള ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഉള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞ മൂവി നിങ്ങളൊന്ന് കാണുക, അത് എല്ലാവരും കാണണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.